ആക്ടിവിസ്റ്റുകളും വിശ്വാസികളും രണ്ടും രണ്ടാണ് എന്ന്. അപ്പോ ആ നിലയ്ക്ക് എയ്ത്തിസ്റ്റുകളായ, ആ നിലയ്ക്ക് വിശ്വാസമില്ലാത്ത ആക്ടിവിസം മാത്രമുള്ള ആളുകൾ ചെന്നാണ് ഈ കണ്ട പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങൾക്കും മുഴുവൻ കാരണമായത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വാദം. ശബരിമലയിൽ ഞാൻ അരുണിനോടല്ല സംസാരിച്ചത്, ഞാൻ വരാം അങ്ങയിലേക്ക്. ശ്രീമതി ബിന്ദുമണി, അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ ചരിത്രം തന്നെ വലിയ ബോധ്യമുള്ള ആളല്ലാന്ന് തോന്നുന്നു. കേരളത്തില് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന അതിൻ്റെ നേതാക്കന്മാരൊക്കെ ആരായിരുന്നുവെന്ന് അദ്ദേഹം ചെറുതായിട്ടൊന്ന് പോയിട്ട് ചരിത്രം പരിശോധിച്ചാൽ നന്നാവും. അപ്പം നമുക്കറിയാം കെ കേളപ്പനും AKGയും B കൃഷ്ണപിള്ളയും ഒന്നും ഈ പറയുന്ന വിശ്വാസികളായ ആളുകളായിരുന്നില്ല. പിന്നെ മുട്ടിന് ഞാനെവിടെയും ഡിക്ലെയർ ചെയ്തിട്ടില്ല ഞാനൊരു ഏത്തിസ്റ്റാണ് എന്നൊന്നും. ഞാൻ എൻ്റെയും ഫേസ്ബുക്കിലോ എവിടെയും ഞാനൊരു റാഷണലായ ആളാണ്. എല്ലാ മതങ്ങളെയും അവരുടെ വിശ്വാസങ്ങളെയും ഒന്നും ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന ആളൊന്നുമല്ല. പക്ഷെ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഒരു സെക്കുലറായ ഭരണഘടനയാണ്. ഈ സെക്കുലറായ ഭരണഘടന നിൽക്കുമ്പോഴാണ് അപ്പുറത്ത് ചില ആളുകൾ പറയുന്നത് പ്രൈം മിനിസ്റ്റർ ഞങ്ങളുടെ കൂടെയാണ്, മറ്റേവർ ഞങ്ങളുടെ കൂടെയാണ്. ആരെവിടെ ആയിക്കോട്ടെ, ഇവിടെ ഇന്ത്യൻ ഭരണഘടനയാണ് എല്ലാത്തിനും മുകളിൽ എന്ന് പോലും ആളുകൾ മനസ്സിലാക്കുന്നില്ല. ഞങ്ങൾ എന്ന് പറയുന്നുണ്ട്. ഞങ്ങളെ മേലെ ചവിട്ടിയിട്ടേ കയറാൻ പറ്റുള്ളൂ. ഞാൻ കയറിയ സമയത്ത് അവിടെ കയറ്റാൻ ഈ പറയുന്ന ആളുകൾ ഒന്നും ഞാൻ അവിടെ കണ്ടില്ല. അപ്പോൾ നിരവധി 52 പേര് കയറിയെന്ന് സ്റ്റേറ്റ് തന്നെ ഇവിടെ പറയുണ്ടായി. നമുക്ക് മനസ്സിലാക്കേണ്ടത് അന്തസ്സോടെ ജീവിക്കുവാനുള്ള അവകാശം തരുന്ന നുഴഞ്ഞോ അത് ഇതാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന എന്താണ് പ്രശ്നം? ഇതാണ് ഇതാ അല്ല, വളരെ മോശമാണ്. രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന രാഹുൽ മാധു അറിയണം, ഇവർ ട്രാൻസ്ജെൻഡേഴ്സ് ആണെന്ന് പറഞ്ഞാണ് കയറ്റിയത്. അല്ല ഒരു സെക്കൻഡ്, അല്ലല്ല മാധു ഒരു സെക്കൻഡ്, ഇത് ആരോട് പറഞ്ഞു? ഇതൊക്കെ വളരെ അവാസ്തവമാണ്. ഇതൊക്കെ വളരെ അവാസ്തവമാണ്. പറഞ്ഞിട്ടില്ല എന്ന് അവർ പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര ഇതൊക്കെ അവാസ്തവമാണ്. മാധു അറിഞ്ഞിരിക്കണം. അവാസ്തവമാണ്. രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ഒരാൾ വന്നിരുന്നു പറയുകയാണ് ആണും പെണ്ണും കെട്ടവർ. അന്തസ്സില്ലാത്ത പ്രയോഗമാണ്. ഇവിടെ എല്ലാ മനുഷ്യർക്കും സംസ്കാരം എന്താണ്? എല്ലാ മനുഷ്യരുടെയും ജെൻഡറിനെ റെസ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. രാഹുൽ ഈശ്വർ അറ്റ്ലീസ്റ്റ് പോലീസുകാർ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവാം. ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് ഞങ്ങൾക്കാണ് അറിയാവുന്നത്. രാഹുൽ ഈശ്വര, താങ്കൾ അറ്റ്ലീസ്റ്റ് മനുഷ്യരായി എല്ലാ ജെൻഡറിലുള്ള മനുഷ്യരെ പറ്റിച്ചു. താങ്കൾ മാധു അറിഞ്ഞിരിക്കണം. ചുമ്മാ തെള്ളല്ലേ ബിന്ദുമണി, ചുമ്മാ തെള്ളല്ലേ. രാത്രി പോലീസുകാർ കള്ളം പറഞ്ഞാണ് ഇവരെ കയറ്റിയത്. പുരുഷന്മാരെ എങ്ങനെ സംബോധന ചെയ്യണമെന്നൊക്കെ നാട്ടിൽ മറ്റുള്ളവരെ മനുഷ്യരെ ബഹുമാനിക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്ന വാക്കുകളുണ്ട്. അങ്ങ് ഉപയോഗിച്ച വാക്ക് ഞാൻ ചർച്ചയിൽ ആവർത്തിക്കില്ല. ആ നിലയ്ക്ക് സംസാരിച്ചു പോകാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അങ്ങാണ് ഈ ചർച്ചയിൽ ഉപയോഗിച്ചത്. ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. ആ നിലയ്ക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. മാധു പോലീസുകാർ പറഞ്ഞതാണ്, രാഹുൽ ഈശ്വർ പറഞ്ഞതല്ല.
നമ്മൾ മനുഷ്യർക്ക് അവർ ദളിതരോ ആദിവാസികളോ ട്രാൻസ്ജെൻഡറോ ട്രാൻസ് വുമനോ ആരോ ആയിക്കോട്ടെ, ഞങ്ങൾ മനുഷ്യരാണ്. ഞങ്ങളെ മനുഷ്യരായി കാണൂ താങ്കൾ ആദ്യം. മറ്റുള്ള മനുഷ്യർക്ക് മ്യൂച്വൽ റെസ്പെക്ട്, താങ്കൾക്ക് ഇല്ലാത്ത രണ്ട് കാര്യങ്ങളാണ്. മ്യൂച്വൽ റെസ്പെക്ട്, ഞങ്ങൾക്കും അന്തസ്സുണ്ട്, ദയവായിട്ട് അത് ഞങ്ങളെ മാനിക്കൂ. ഞങ്ങളെല്ലാം നിങ്ങളെ പോലെ തന്നെ ഞങ്ങൾക്കും അന്തസ്സുണ്ട്. ഞാൻ മ്യൂച്വൽ റെസ്പെക്ട് സംസാരിക്കുന്ന ആളുകളോട് ചർച്ചയിൽ പോലും വളരെ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നത് വളരെ മോശപ്പെട്ട രീതിയിലേക്ക് ഈ വിഷയത്തെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധികൾ വന്ന് പറയുന്നത് ഞങ്ങളുടെ നിലപാടിലേക്ക് വന്നു എന്നുള്ളതാണ്. അതല്ലാതെ എന്താണ് നിലപാട് ഈ വിഷയത്തിൽ? സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ് നിലപാട്? ഞങ്ങൾ ഭരണഘടനയെ അംഗീകരിക്കുന്നവരാണോ? ഞങ്ങൾ സ്ത്രീകളുടെ അന്തസ്സിനെ മാനിക്കുന്നവരാണോ എന്ന് പറയാൻ ഇന്ന് ഇതുവരെ കോൺഗ്രസ് പറയുന്നത് ഈ വിഷയവുമായി ശബരിമലയിലെ മറ്റു പാർട്ടികൾ ഞാൻ പറയട്ടെ, നിങ്ങൾ എനിക്ക് നേരത്തെ കോൺഗ്രസിന്റെ വിശ്വാസം എന്ന് പറയുന്നത് കോൺഗ്രസ് ഭരണഘടനയും വിശ്വാസികൾക്കും കാണുന്ന ഒരിക്കലും ശബരിമല കോടതിയുടെ വിധിയെ കോൺഗ്രസ് മൊത്തം ശബരിമലയിൽ കയറാൻ നോക്കിയത് ക്ലിയർ കട്ട് പൊളിറ്റിക്കൽ ക്യാമ്പയിന് വേണ്ടി മാത്രമാണെന്നും ഒരു ദൈവവിശ്വാസം കൊണ്ടല്ലാന്ന് നമുക്ക് എല്ലാവർക്കും, ഇത് കാണുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ നമുക്ക് ഭരണഘടന അനുവദിച്ചു തരുന്ന അവകാശങ്ങളുണ്ട്. അപ്പെക്സ് കോടതിയായ സുപ്രീം കോടതിയെ ഞങ്ങൾ അനുസരിക്കില്ല എന്നാണ് ചില ആളുകൾ പറയുന്നത്. സുപ്രീം കോടതിയെ ഞങ്ങൾ അനുസരിക്കില്ല. സുപ്രീം കോടതി വിധി റിവ്യൂ വന്നു കഴിഞ്ഞാലും ഞങ്ങളുടെ ബോഡിയിൽ അപ്പം ഇവിടുത്തെ എല്ലാ നിയമവ്യവസ്ഥയെയും വെല്ലുവിളിക്കുന്ന കുറെ മനുഷ്യർ ഒരു ഭാഗത്ത് അവർ പറയാണ് ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അഡ്വക്കേറ്റായ പ്രശാന്ത് പത്മനാഭൻ പറയുകയുണ്ടായി, ഇവിടെ സോഷ്യൽ റീഫോമേഴ്സ് എന്ന് പറയുന്നതിനകത്ത് ശ്യാംകുമാറിനെ പോലെയുള്ള ആളുകളൊക്കെ വരണം എന്ന്. അദ്ദേഹം നമുക്കറിയാം എത്ര വലിയ സ്കോളറാണ് ഇതുമായി ബന്ധപ്പെട്ട്. അപ്പൊ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നിർദ്ദേശം, വളരെ റെസ്പെക്ട്ഫുള്ളി, വളരെ മ്യൂച്വൽ റെസ്പെക്ട് ഉള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. പറയുമ്പോൾ അദ്ദേഹത്തെ പോലും ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിലേക്കുള്ള സംസാരമാണ് ഇവിടെ വരുന്നത്. ഇത് വളരെ മോശപ്പെട്ട ഒരു രീതിയിലേക്കാണ് ഇത്തരം ആളുകൾ കാണുന്നത്. അവർ മനുഷ്യരോട്, ഞങ്ങളോട് മാത്രമല്ല, ഈ പാനലിലുള്ള ഞങ്ങളോട് മാത്രമല്ല, മുഴുവൻ മനുഷ്യരോടും അപ്പുറത്ത് നിൽക്കുന്ന ഞങ്ങൾ എന്ന് പറയുന്ന അവരുടെ കൊണോട്ടേഷനിൽ വരുന്ന അപ്പർ ക്ലാസ് ആയിട്ടുള്ള കുറച്ച് മനുഷ്യരെ മാത്രമാണ് അവർ മനുഷ്യരായി കാണുന്നത്. ദയവായി ഞങ്ങളെ മനുഷ്യരായി കാണൂ. ഞങ്ങൾക്കും കൂടി ഉള്ളതാണ് ഈ ഭരണഘടന, ഞങ്ങൾക്കും കൂടി ഉള്ളതാണ് ഈ ഇവിടുത്തെ മൗലിക അവകാശങ്ങൾ. അവിശ്വാസിയാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് കൂടി ബിന്ദുമണി പറഞ്ഞു വെക്കുന്നുണ്ട് ഈ ചർച്ചയിൽ. മറ്റുള്ളവർക്ക് ചാപ്പ കുത്തി കൊടുക്കുക ഒരു അലങ്കാരവും കലാരൂപവും റാഷണലാണ്. Debate with Madhu Saji.